നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇപ്പം ഞാൻ റിലേഷൻഷിപ്പിൻ്റെ റീഡിങ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് രാവിലെ ഗൈഡൻസ് ആയിട്ട് ഇടാം. ഓക്കെ, കുറേ പേര് റിക്വസ്റ്റ് രാവിലെ കാണണം എന്നാണ്. സോ യെസ്, എനിക്കും അറിയാം അങ്ങനെ തന്നെയാണ് നല്ലതെന്ന്. സോ രാവിലെ ഞാൻ ഗൈഡൻസ് ഇടാം. ഇപ്പം തൽക്കാലം റിലേഷൻഷിപ്പിൻ്റെ കാര്യം മാത്രം ഇടാം. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ശരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരും പലപ്പോഴും, അല്ലേ? അവർ കാണിക്കുന്ന ബിഹേവിയറും ചിലപ്പോൾ സംസാരിക്കും, ചിലപ്പോൾ സംസാരിക്കില്ല, അവർക്ക് വേറെ എന്തെങ്കിലും പല കാര്യങ്ങളും. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് കയറി വരും. സോ നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ക്വസ്റ്റ്യൻ നമുക്കൊരു ആൻസർ കിട്ടുമോ നോക്കാം. ആത്മാർത്ഥമായിട്ട് അവർക്ക് നിങ്ങളോട് സ്നേഹമാണോ എന്ന് നോക്കാം. സോ ആദ്യം അവരുടെ ഫീലിങ്സ് എടുക്കാം, അവരുടെ തോട്ട്സ് നിങ്ങളെക്കുറിച്ച് എടുക്കാം. ഓക്കെ, അവരെന്താ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത് എല്ലാം നോക്കാം. സോ അതിൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പേഴ്സൺ നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമാണോ അവർക്ക് എന്ന് നോക്കാം. ഓക്കെ, ഇത് കളക്റ്റീവ് റീഡിംഗ് അല്ലേ? സോ എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. സോ മനസ്സിലാക്കുക. ഓക്കെ, എന്നാലും നമുക്കൊരു ഓവറോൾ എനർജി നിങ്ങളുടെ എല്ലാവരെയും പിക്ക് ചെയ്ത് എനിക്ക് കിട്ടുന്നത് ഞാൻ പറയാം. പൈലൊന്നും വെക്കുന്നില്ല. ഓക്കെ, ഇന്നിപ്പോൾ ജസ്റ്റ് ഒരു ജനറൽ എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ഇപ്പോഴത്തെ 6 of swords, 7 of wands എനിക്ക് നമ്പേഴ്സ്. ഓക്കെ, ഓ 6, 7, 8, 8 of swords, judgment, 2 of pentacles. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ബോട്ടം ഉണ്ട്. സോ ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ്. വാവ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, സ്റ്റാർ കാർഡ്. ഓക്കെ, യെസ്, ഫീലിങ്സ് അവർക്ക് വളരെ ജെന്യുവൈൻ ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ലൈക്ക് അവർക്ക് ശരിക്കും ആത്മാർത്ഥമായ ഒരു സ്നേഹമാണ് അവർ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ശരിക്കും ജെനുവൻ ആയിട്ടൊരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്ന രീതിക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ജെനുവൻ ആയിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹമാണ് ഇവിടെ. ഓക്കെ, പക്ഷെ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, അതായത് അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളായിരിക്കാം. ജനറലി അവർ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു കർമ്മ ഫേസ് ചെയ്യുന്ന സമയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അവർ ലൈഫിൽ ഇപ്പോഴത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ആക്ച്വലി നമ്പേഴ്സ് ഞാൻ പറഞ്ഞ 6, 7, 8 പ്രോഗ്രസ് അല്ലേ? അവര് നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നിട്ടില്ല. ഓക്കെ, അവർ ഇതുവരെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നു. ഓക്കെ, റിലേഷൻഷിപ്പിൽ വന്നിട്ട് അവർക്ക് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർ നിങ്ങളെ ആ ഒരു ഇമ്പോർട്ടൻസ് തന്ന് അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി തന്ന് അവർ നിങ്ങളെ പ്രോപ്പറായിട്ട് അവർക്ക് വേറെയും കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടായിരുന്നു. അവർ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോൾ പക്ഷെ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് സ്റ്റാൻഡ് എടുക്കുന്ന കാർഡാണ്. ബട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിതിനു മുമ്പ് അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ, സംസാരിക്കാൻ, എന്തിനായാലും. ഓക്കെ, ആ ഒരു നിങ്ങൾ അങ്ങോട്ടിട്ട എഫേർട്ട് പ്രോബ്ലി അവർ നിങ്ങൾക്ക് തിരിച്ച് അതുപോലെ തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അവർ വേറെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഇതൊരു കണ്ടില്ല, ആകെ ഒരു ജഗ്ലിംഗ് പോലെയാണ്. എന്തൊക്കെയോ കൂടി നമ്മളിങ്ങനെ എന്താ പറയുക ബാലൻസ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ്. സോ 2 ബോട്ട് കാണുന്നുണ്ട്, 2 തോണിയിൽ കാല് വയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഓക്കെ, ആ ഒരു അവസ്ഥയാണ് ഇവിടെ. അതിപ്പോൾ എന്ത് കാര്യവും ആവാം, തേർഡ് പാർട്ടി നമ്മളിവിടെ വന്നിട്ടില്ല. സോ വെറുതെ ചാടിക്കേരി നമ്മൾ തേർഡ് പാർട്ടി പറയണ്ട. ഓക്കെ, എന്തും ആവാം, ഫാമിലി ആവാം, ജോലി കരിയർ ആവാം, വേറെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തു, ഫ്രണ്ട്സുമായിട്ട് കറങ്ങാനുള്ള പ്രയോറിറ്റി കൊടുത്തു, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ പ്രയോറിറ്റി വന്നത്. അപ്പം നിങ്ങളൊക്കെ ഐ തിങ്ക് നിങ്ങളെ സൈഡാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തില്ല. അപ്പം അങ്ങനെ ചെയ്ത ഒരു പേഴ്സൺ ഇപ്പോൾ അവർ ഓക്കെ, ആക്ച്വലി ഇത് ഇവിടെയാണ് വയ്ക്കേണ്ടത്. ഇപ്പോൾ അവർ പക്ഷെ നിങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പീസ്ഫുള്ളായിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവർ പല കാര്യങ്ങളിലും പെട്ടു നിന്നിട്ടുണ്ടാവാം. ഓക്കെ, അവർ സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ടായിരിക്കാം. അവർ പ്രാരാബ്ദം നമ്മൾ പറയുമല്ലോ. ഓക്കെ, പ്രാരാബ്ദമാവാം, എന്താ പറയുക, റെസ്പോൺസിബിലിറ്റീസ് ആവാം, ഭാരങ്ങളാവാം, അവരുടെ ലൈഫിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ മേ ബി അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അവർ പെട്ട് നിൽക്കുന്ന പോലെ അവരുടെ മൈൻഡാണ് ബ്ലോക്ക്ഡ്. ഓക്കെ, മനസ്സ് ബ്ലോക്ക്ഡ് ആണ്. ബിക്കോസ് അവർക്ക് തോന്നുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയിൽ. ഓക്കെ, എനിക്കിങ്ങനെ 2 സിറ്റുവേഷൻ, പല സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിലുണ്ട്. ജോലി, കരിയറും കാര്യങ്ങളും ആവാം, പണത്തിൻ്റെ കാര്യങ്ങളും ആവാം, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസും ആവാം. ഓക്കെ, സോ അതിലെല്ലാം അവർ പെട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. സോ അവർ ഇപ്പോൾ പക്ഷെ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇനി ഒരു സ്റ്റാൻഡ് എടുക്കാൻ അവർ തയ്യാറായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുമായിട്ട് പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം ഇപ്പോൾ ഐ തിങ്ക് അവർ ഞാൻ പറഞ്ഞ പോലെ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ്. ഓക്കെ, ജഡ്ജ്മെൻറ്റ് സമയം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചെയ്ത തെറ്റുകളുടെ
ഒരു അസസ്മെന്റ് ചെയ്യുന്ന സമയമാണിത്. യൂണിവേഴ്സായിട്ട് ചില അവർക്കൊരു തിരിച്ചറിവ് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇതുവരെ ചെയ്തത് ശരിയല്ല എന്ന രീതിക്ക് അവരോട് പറയുന്നുണ്ട്. ഓക്കെ, സോ ബട്ട് ഫീലിങ്സ് യെസ് വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. എനിക്ക് പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ സ്റ്റാർ ഉണ്ട്, ഹോപ്പൊക്കെ ആണ്. യെസ്, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, സോറി പറഞ്ഞു വരുന്ന വാവ് എല്ലാം പോസിറ്റീവാണ്. എനിവേ അവരുടെ മനസ്സിൽ അവർ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് നോക്കാം നമുക്ക്. എന്തായാലും ഒരു ജഡ്ജ്മെന്റ് സമയം വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ ഇതുവരെ ഉണ്ടായത്, ഓക്കെ, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഇനി പ്രതീക്ഷിക്കാമെന്ന് പറയാം. ഓക്കെ, കാരണം ചില തിരിച്ചറിവുകൾ വരികയാണ് നിങ്ങളുടെ പേഴ്സണ്. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എന്നവർ മനസ്സിലാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സന്റെ മനസ്സിലെ തോട്ട്സ്, 5 of Cups, 8 of Cups, 8, very good. Devil energy, Ace of Cups, I like it. Death and transformation, Emperor, Magician, wow, okay, good. ഇവിടെ എനിക്ക് കാണുന്നത് ഇപ്പം അവർക്ക് ചില ലോസസ് വന്നിട്ടുണ്ടാവാം അവരുടെ ലൈഫിൽ. അതിപ്പോൾ എന്ത് കാര്യത്തിലേ ആവാം. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ്, പ്രശ്നങ്ങളുണ്ട്. അവരതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇതിലാണ് എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങൾ വോക്ക് അവേ ചെയ്ത് കാണാം, അല്ലെങ്കിൽ ഇത് അവർ തന്നെ അവരുടെ ആ മൈൻഡിൽ നിന്ന്, ആ ബ്ലോക്കിൽ നിന്ന് പുറത്ത് വരുന്നതായിരിക്കാം. അങ്ങനെയും പറയാം. ഓക്കെ, ഇത് രണ്ടും 8 ആണ്. 8 of Swords പറയുമ്പോൾ നമ്മൾ സ്റ്റക്കായിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇവിടെ 8 of Cups പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിട്ടു മാറി പോകുന്നതാണ്. സോ എനിക്ക് ഇവിടെ മനസ്സിലാവുന്നത് ഈ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് അവർ പുറത്തു വരികയാണ്. ഓക്കെ, അതായത് ഞാൻ പെട്ട് നിൽക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയതിനെ ചേഞ്ച് ചെയ്യാണ് അവർ. ആ മൈൻഡ് സെറ്റാണ് അവർ ചേഞ്ച് ചെയ്യുന്നത്. അവർക്കറിയാം അവരുടെ കയ്യിലാണ് ആക്ഷൻ എടുക്കാനുള്ള കഴിവ് എന്നുള്ളത്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ട്. ഈ ഡെവിളാണ് ഇവിടെ. എനിക്ക് ഡെവിൾ കാണുമ്പോഴും അത് തന്നെയാണ്. അവരുടെ മൈൻഡിൽ ഒരു ചില തോട്ട്സാണ്, ലൈക്ക് എന്താ പറയുക, നമ്മുടെ ഒരു ഡെവിൾ എനർജി അവരെ ചുറ്റും ഉണ്ടായിരുന്നു എന്ന് പറയാം. തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ പേടികളായിരിക്കാം, ഫിയേഴ്സ് ആയിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ ചില സിറ്റുവേഷൻസ് അവരെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് സിറ്റുവേഷൻസ്, നെഗറ്റീവ് ചിന്താഗതികളായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവർ പറയില്ലേ, ഓക്കെ, ഇത് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോയാൽ നല്ല, മുമ്പിലേക്ക് കൊണ്ടുപോയാൽ നല്ലതല്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവരെ മനസ്സിലാരെങ്കിലും ഇട്ട് കാണാം. എന്തൊക്കെയോ ഒരു നെഗറ്റീവ് തോട്ട്സ് കയറിയ പോലെയൊക്കെ എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ എല്ലാം ഇപ്പം അവർ മാറി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി ഈ ഡെവിൾ വിട്ട് മാറി പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, യെസ്, കുറേ അവർ ചേഞ്ചസ് വരുത്താനാണ്. ബിക്കോസ് ഇവിടെ ഡെത്ത് ആണ് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറഞ്ഞത്. ലൈക്ക് അവർ ഒരു മാറ്റം കൊണ്ടുവരാൻ പോവാണ്. എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ജഡ്ജ്മെന്റ്, ഇത് രണ്ടും ശരിക്കും വളരെ പവർഫുൾ കാർഡ്സ് ആണ്. രണ്ടും ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയാണ്. അവരുടെ ഈ മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തു വരുന്നതായിരിക്കാം, പേടികളിൽ നിന്ന് പുറത്തു വരുന്നതായിരിക്കാം. എന്താണോ നെഗറ്റീവായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുള്ളത് അതിൽ നിന്ന് അവർ പുറത്തു വരുന്ന പോലെയാണ്. ഓക്കെ, ഇപ്പോൾ അവർക്ക് റിയലൈസേഷൻസ് വരികയാണ്. ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്, യെസ്, അവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് തെറ്റ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്ന സമയമാണ്. അവർ ചിന്തിച്ച് അവർ മനസ്സിലാക്കും. അതിൻ്റെ ഇവിടെ ഡെത്ത്, ട്രാൻസ്ഫോർമേഷൻ വരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഡെത്ത് ആൻഡ് ന്യൂ ബിഗിനിങ്, ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയാം. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ മുന്നോട്ടൊരു നല്ല തുടക്കം വരും എന്ന രീതിയിലാണ്. കാരണം ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണുള്ളത്. ഓക്കെ, സോ ഇവിടെ എവിടെയോ നിങ്ങൾ തമ്മിൽ എന്തായാലും തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം. നമ്മൾ നേരത്തെ ഏസ് ഓഫ് വാൻസ് ചെയ്യാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഏസ് ഓഫ് കപ്സും ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. ഓക്കെ, ആൻഡ് ഇവിടെ മുന്നോട്ട് നിങ്ങൾ തമ്മിൽ ഒരു വളരെ ഹാപ്പി ആയിട്ടൊരു ഇതിലേക്കാണ് പോകുന്നത്. പക്ഷേ യെസ്, ഇതെല്ലാം സമയം എടുക്കുമായിരിക്കും. ഓക്കെ, ഇതെല്ലാം ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നാളേക്ക് ശരിയാവും, അങ്ങനെയല്ല. ഓക്കെ, ബട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ചേഞ്ചസ് വരുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ. എംപറർ ആൻഡ് മജീഷ്യൻ, നിങ്ങളുടെ പേഴ്സണൽ ലേശം ഈഗോ ഉണ്ട്. ഓക്കെ, അവർ ആഗ്രഹിക്കുന്ന, ഐ തിങ്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് കാണാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതൊരു ലേശം എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, ജസ്റ്റ് ആണ് അവരുടെ ഫീലിങ്സ്, നിങ്ങളോട് സ്നേഹം, ഇഷ്ടം, അതിനൊന്ന് കൺഫേം ചെയ്ത് നമ്മൾ ലാസ്റ്റ് നിർത്താം. ആൻഡ് നമുക്ക് അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഇത് ലവേഴ്സ് കാർഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, ലവേഴ്സ് കാർഡ് കാണിക്കാൻ പാടില്ല. തേർഡ് പാർട്ടി എനർജി ഉണ്ട് ഇവിടെ, നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി എനർജി 2-3 കാർഡ്സ് നമുക്ക് തേർഡ് പാർട്ടി എനർജി വന്നിട്ടുണ്ട്. ഇവിടെ ലവേഴ്സ് എനർജിയാണ്. ലവേഴ്സ് പക്ഷെ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ ആണ്. ഈ മേലെ ഇരിക്കുന്ന ഏഞ്ചൽ, ഓക്കെ, എനിക്കിത് ഇതിവിടെ 2 പേഴ്സൺസ് ഇവിടെ ഉണ്ട്, 2 വ്യക്തികൾ. ഓക്കെ, ആൻഡ് ഇവിടെ ഏഞ്ചൽ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരേപോലെ അല്ലേ തോന്നുന്നു, നോക്കൂ.
ഇതും ഇവിടെ ബ്യൂഗിൾ വായിച്ച് നമ്മളെ ഉണർത്തുന്ന പോലെയുണ്ട്, ഇവിടെയുണ്ട്. സോ എവിടെയോ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ, ഓക്കെ, ഒരു പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കും. അത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും വേറെ തേർഡ് പാർട്ടിയിലേക്ക് പോയി, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ശരി, അതിപ്പോൾ അവർ ഫാമിലി ആയാലും വേറെ ലൈക്ക് ഹസ്ബൻഡ് വൈഫോ അങ്ങനെ ആയിക്കോട്ടെ, മാരീഡ് ആയിക്കോട്ടെ, വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ഓക്കെ, ഫ്രണ്ട്സും ആവാം, ഒരു തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആണ്. പക്ഷെ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഫർട്ട് ഇടാൻ തയ്യാറാവുന്നതായിട്ടാണ്. ആൻഡ് ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങൾക്ക് ഒരു ഓഫറുമായിട്ട് അവർ വരും എന്ന രീതിക്കാണ് എനിക്ക് ഫ്യൂച്ചറിലേക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. ഈ കാർഡ് എനിക്ക് കാണിക്കാൻ പറ്റില്ല, സോറി. ഓക്കെ, റീയൂണിയൻ ആണ് എനിക്ക് കാണുന്നത്. ഹാർട്ട് ബ്രേക്ക് നോക്കണ്ട. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ എന്ന രീതിക്കാണ്. ലവേഴ്സ് കാർഡാണ്. സോ തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. നിങ്ങൾ തമ്മിൽ എന്തായാലും ഐ തിങ്ക് ഒരു പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ആണത്. ഓക്കെ, അത് എവിടെയും പോവില്ല, വിട്ടൊന്നും പോവില്ല. നിങ്ങൾ തമ്മിൽ സെപ്പറേഷനോ വലുതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു അകൽച്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു എന്താ പറയുക, പേഴ്സൺ അത് റിയലൈസ് ചെയ്യും. അവരുടെ മിസ്റ്റേക്സ് അവർ റിയലൈസ് ചെയ്യും. ഓക്കെ, തേർഡ് പാർട്ടിയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ റിയലൈസേഷൻസ് അവർക്ക് വരും. ഓക്കെ, എന്തായാലും ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. പക്ഷെ അതിപ്പോൾ ഐ തിങ്ക് ആ ഒരു അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസോ അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടിയോ കാരണമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വന്നതായിരിക്കാം. ഓക്കെ, ബട്ട് ജെന്യുവൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് നമുക്ക് ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ അഡ്വൈസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കട്ടെ. ബേർഡ്സ്, ഓക്കെ, വെരി ഗുഡ്. ഷിപ്പ്, ഓക്കെ, ക്രോസ് റോഡ്, ഞാൻ ഡിസിഷൻ്റെ നമ്മുടെ ടു പെൻറ്റിക്കിൾസ് നേരത്തെ പറഞ്ഞു. ചൈൽഡ്, 18 അല്ലേ, ഡോഗ്. ഓക്കെ, ക്ലൗഡ്സ്, ലോയലാണ് നിങ്ങളുടെ പേഴ്സൺ, ആദ്യം തന്നെ പറയാം. മാൻ, ഗുഡ് ബുക്ക് പോട്ടെ. തേർഡ് പാർട്ടിയുടെ ഇൻഡിക്കേഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഡബിൾ എനർജി, തേർഡ് പാർട്ടി എനർജി. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് മെസ്സേജസ് വരും, പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ സംസാരം വരും, മീറ്റിംഗ് വരും, അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വരും എന്ന രീതിക്കാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെസ്സേജ് പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് വരും. ഓക്കെ, ആൻഡ് ഇവിടെ ഷിപ്പ് ഉണ്ട്. സോ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ചാരിയറ്റ് കാർഡിൻ്റെ മീനിങ് ഒക്കെ എടുക്കാം, നമുക്ക് ട്രാവലിങ്ങിൻ്റെ മീനിങ് എടുക്കാം. നിങ്ങൾ തമ്മിൽ പീസ്, ആക്ച്വലി നമ്മൾ ആദ്യം എടുത്തപ്പോൾ വന്ന 6 സോർഡ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുക. അത് ആക്ച്വലി ഒറിജിനൽ ടാരോയിൽ ശരിക്കും നമ്മളൊരു ബോട്ടിൽ ഇങ്ങനെ പോകുന്ന പോലെയാണ്. സോ അതേ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ. 6 സോർഡ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾ തമ്മിൽ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ, ചിലപ്പോൾ യാത്രയ്ക്ക് പോകാൻ, നിങ്ങൾ ഒന്നിച്ചൊരു യാത്ര, നിങ്ങളൊരു ജസ്റ്റ് ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോസിബിലിറ്റി, മേ ബി ദൂരെ ആണെങ്കിൽ പരസ്പരം കാണാൻ നിങ്ങൾ വല്ല അറേഞ്ച്മെൻറ്റ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, എന്തെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ പീസ്ഫുൾ ആവും, ഇമോഷൻസ് കുറച്ചുകൂടി നിങ്ങൾ തമ്മിൽ കണക്ട് ആവും എന്ന് പറയാം. പേഴ്സൻ്റെ ഒരു തീരുമാനം എടുക്കുന്ന സമയം ഞാൻ പറഞ്ഞു. ഓക്കെ, അവരിപ്പോൾ ആ ഒരു കൺഫ്യൂഷനിൽ പെട്ട് നിൽക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ മറ്റു കാര്യങ്ങളുണ്ട്, നിങ്ങളുണ്ട്. സോ ഏത് വേണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ടു പെൻറ്റിക്കിൾസ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ആ ഒരു ചോയ്സിൻ്റെ കാര്യം പറയാം. ഓക്കെ, തീരുമാനങ്ങൾ, 2 സോർഡ്സിൻ്റെ എനർജി. സോ ഇവിടെ ആ തീരുമാനം, ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമാണ് ഇവിടെ. ഓക്കെ, അവർ തീരുമാനം നിങ്ങളുടെ തന്നെ എടുക്കുള്ളൂ. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരീഡ് ഒക്കെ ആണെങ്കിൽ ചൈൽഡ് എന്ന് കാണുന്നുണ്ട്. സോ മേ ബി കുട്ടികളോ അങ്ങനെ വല്ല കാര്യങ്ങൾ ഇടയിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാം, നിങ്ങളുടെ ഭാഗത്താവാം, അവരുടെ ഭാഗത്താവാം. സോ അതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കാൻ, ഡിസിഷൻ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് അല്ലേ. അപ്പം അങ്ങനെ ആവാം. ഓക്കെ, ഇത് വേറെ തരത്തിലും പറയാം. തെറ്റ് നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ കുട്ടികളൊക്കെ നിങ്ങളുടെ ഇടയിലുള്ള കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം കൂടിയിലേക്ക് മേ ബി നിങ്ങൾ നേരത്തെ അവർ പരിചയമുണ്ട്, ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, സോ അങ്ങനെയും പറയാം കേട്ടോ. ആൻഡ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ലോയലാണ്, ഡോണ്ട് വറി. ഓക്കെ, ശരിക്കും അവർ ലോയൽ തന്നെയാണ്. പക്ഷേ സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ കൊണ്ട് മേ ബി അവർക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവർക്ക് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളതാണ്. മനസ്സുകൊണ്ട് യെസ് അവർ ശരിക്കും ലോയലാണ്. ആൻഡ് ഇവിടെ ക്ലൗഡ്സ് ഉണ്ട്. സോ യെസ്, നിങ്ങളുടെ ഇടയിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്, ക്ലാരിറ്റി ഇല്ലായുണ്ട്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം, അതൊക്കെ മാറി വരും എന്ന രീതിക്കാണ്. നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കും നിങ്ങൾക്ക് വേണ്ടി. മാൻ എന്ന് കാണുന്നുണ്ട്. മാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മാൻ ആവണമെന്നില്ല, ലേഡീസും ആവാം. ഓക്കെ, ബട്ട് അവരുടെ ഒരു മാസ്കുലൈൻ എനർജിയിൽ വരുമെന്ന് പറയാം. അതായത് നമ്മൾ പറയില്ലേ, ഒരു ധൈര്യത്തോടെ, ഓക്കെ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസോടെ നിങ്ങൾ തമ്മിൽ ഒരു സിറ്റുവേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിനെ നമ്മളൊരു ക്യാരക്ടറിസ്റ്റിക് പറയുമ്പോൾ അതൊരു മാൻ ക്യാരക്ടറാണ്, അതുകൊണ്ടാണ് മാസ്കുലൈൻ ക്യാരക്ടറാണ്. സോ അതുപോലെ അവർ ആ ഒരു ലെവലിലേക്ക് വന്ന് നിങ്ങൾ തമ്മിൽ ഈവൻ ഒരു കമ്മിറ്റ്മെൻറ്റ് വരെ അറ്റ്ലീസ്റ്റ് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കാര്യങ്ങൾ പറയുക, മീറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാം നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുക. ആ തരത്തിൽ തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇവിടെ നമ്പേഴ്സ് ആക്ച്വലി നിങ്ങൾക്ക് റെസനേറ്റ് ആവുമോ നോക്കാം. 12 ഉണ്ട്, 3, 22, 13, 18, 6, 28. സോ ഇതന്നെ ഇവിടെ 3 ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 4 അഗെയിൻ 4. ഓക്കെ, 4, 9, 6,
10 ആണ്. സോ 1 ഉണ്ട് ഇവിടെ, ഇവിടെയും 10. ആക്ച്വലി ഇതിലും 10 ഉണ്ട്, ഇതിലും 10 ഉണ്ട്, ഇതും 10 ആണ്. സോ 3 10 ഉണ്ട് ഇവിടെ. 10 നമ്മൾ പറയുമ്പോൾ ഒരു കംപ്ലീഷൻ എന്ന രീതിക്ക് പറയാം. അതായത് ചില സൈക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ, ഇൻ ആൻഡ് ഔട്ട് ഇങ്ങനെ നടക്കുകയാണ്. പേഴ്സൺ ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു ചേഞ്ചസ് നമുക്ക് കാണുമെന്ന് പറയാം. ഓക്കെ, ആക്ച്വലി ലെറ്റേഴ്സ് ഇവിടെ ഒന്നിരണ്ടും കാണുന്നത് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. QJKA. ഓക്കെ, AQJK. ഓക്കെ, എടുത്തു പറയാനുള്ള കുറച്ച് ലെറ്റേഴ്സ് ആണ്. സോ ഐ ഫീൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ റെസനേറ്റ് ആവാം. AQJK. ഓക്കെ, എനിവേ, സോ ഇതാണ് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ്. യെസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആവും. ഓക്കെ, സമാധാനത്തിൽ ഡീൽ ചെയ്യുക കാര്യങ്ങൾ. നിങ്ങൾ ആക്ച്വലി ഞാൻ എപ്പോഴും പറയുന്ന പോയിന്റ് എന്നും കൂടി പറഞ്ഞു നിർത്തുന്നു, സെൽഫ് ലെവലിലേക്ക് വരാം. നിങ്ങൾ അവനവനെ സ്നേഹിക്കുക, അവനവനെ കെയർ ചെയ്യുക, അവനവൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോഴേ സിറ്റുവേഷൻസ് മാറുള്ളൂ, അത് മനസ്സിലാക്കുക. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. ഓക്കെ, സോറി, ദിവസമല്ലല്ലോ, കഴിയാറേ. ഓക്കെ, ഗുഡ് നൈറ്റ്.